പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. ഇതിനോടകം അനേക വ്യക്തികളിൽ സുവിശേഷത്തിന്റെ ആനന്ദം കടന്നു വരികയും തങ്ങളുടെ ജീവിതത്തിന്റെ നിലപാടും കാഴ്ചപ്പാടും മാറി തങ്ങളിലേക്ക് മാത്രം വലിഞ്ഞ് തങ്ങളുടെ തന്നെ ആദർശങ്ങൾക്ക് അനുസരിച്ച് മറ്റാരെയും ശ്രദ്ധിക്കാതെ ജീവിച്ചിരുന്ന പലരും സുവിശേഷത്തിന്റെ ആനന്ദം കിട്ടിയപ്പോൾ തനിക്ക് വെളിയിലും ദൈവത്തിന്റെ പൊന്നോമന മക്കളെ തേടിയിറങ്ങിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒല്ലൂർ ഇടവകയിലെ അസിസി പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള റാഫി എന്ന് വിളിക്കപ്പെടുന്ന റാഫേലാണ് ഇന്ന് നമ്മളുമായി സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അദ്ദേഹം ആരായിരുന്നു എന്ന് അദ്ദേഹം പങ്കുവയ്ക്കും. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉള്ളിൽ പ്രകാശമുള്ള ഒരു മനുഷ്യനെ പോലെ ജീവിക്കാതെ എല്ലാവിധത്തിലും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് അനേകരിൽ അന്ധകാരം വാരി വിതറിക്കൊണ്ട് അനേകർക്കൊരു സമൂഹത്തിന് തന്നെ ഒരു ശല്യമായി തീർന്നിരുന്ന മനുഷ്യൻ, എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അനേകർക്ക് വെളിച്ചമായി മാറി അനേകരെ മദ്യത്തിൻ്റെ തന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, പ്രത്യേകിച്ച് മദ്യമെന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് അനേകരെ ആ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ചെറിയ ജീവിതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വെളിച്ചവും പ്രാർത്ഥനയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയും തൻ്റെ സംസാരത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയൊക്കെ അനേകർക്ക് വിശ്വാസ വെളിച്ചം കിട്ടുവാനും സുവിശേഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാനും ഇടയായി. അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിനായിട്ട് ഒല്ലൂരുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് നമുക്ക് പോകാം. ഹൃദയത്തെ കീറിമുറിക്കുന്ന തിരുവചനം സജീവമായി പ്രവർത്തിക്കുന്ന ജീവിതങ്ങളെ തേടിയുള്ള ഈ യാത്ര ഇന്ന് കടന്നു ചെല്ലുന്നത് തൃശൂർ ഒല്ലൂരിലുള്ള തൈവളപ്പിൽ റാഫിയുടെ ജീവിതാനുഭവങ്ങളിലേക്കാണ്. ഇരുളാർന്ന തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യനിലേക്കുള്ള നവീകരണ ദൂരം ഇദ്ദേഹം നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു. തന്റെ ചുറ്റുമുള്ള അനേകം ജീവിതങ്ങൾക്ക് ഒരു ചെറുതിരിവട്ടമായി ഇദ്ദേഹം മാറുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട അനേകം ജീവിതങ്ങളിലേക്കും കടബാധ്യതയാലും മറ്റു കുടുംബ പ്രശ്നങ്ങളാലും നീറുന്ന ഒട്ടനവധി ജീവിതങ്ങളിലേക്കും നമ്മുടെ നാഥന്റെ സ്നേഹവും കരുതലും പങ്കുവയ്ക്കാൻ ഇദ്ദേഹം കടന്നു ചെല്ലുന്നു. തന്റെ കൂട്ടായ്മയായ അസീസി പ്രയർ ടീമിനൊപ്പം വിവിധതരം വചന ശുശ്രൂഷകളിലും പ്രേഷിത വേലകളിലും വ്യാപൃതനാകുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നിത്യജീവന്റെ പാതയിൽ പല പ്രാവശ്യം കണ്ടു കാണുമല്ലോ പലരെയും, അവരെങ്ങനെയാണ് ദൈവാനുഭവത്തിലേക്ക് വന്നതെന്നും അവരുടെ ദൈവാനുഭവം എപ്രകാരം മറ്റു മനുഷ്യരിലേക്ക് വിടർന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. ഇന്നേ ദിവസം റാഫേലിലൂടെയാണ് ഷാലോം പ്രേക്ഷകരെ ഇദ്ദേഹത്തിൽ പ്രവർത്തിച്ച കർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. റാഫേൽ എപ്രകാരമാണ് ഈ രീതിയിലൊരു ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പ്രേരകമായതെന്നൊന്ന് പറയാമോ? ഞാനൊരു കാലത്ത് വളരെ മോശമായിട്ട് മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ ജീവിച്ച് കടന്നുപോയ ഒരു മനുഷ്യനാണ്. ഒരു 6ഓളം കേസിൽ പ്രതിയാണ്. അങ്ങനെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ സമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങളും അടിയും വഴുക്കൊക്കെ ആയിട്ട് കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ ഭാര്യയുടെ പ്രാർത്ഥനയാണ് സത്യത്തിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടാനായിട്ട് ഇടവന്നത്. ആ ധ്യാനത്തിനകത്ത് ആ ധ്യാന മന്ദിരത്തെയും വൈദികരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ തെരുവ് നാടകം നടത്തി ആക്ഷേപിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ആ ധ്യാനത്തിനകത്ത് അന്ന് ധ്യാനിപ്പിച്ചിരുന്നത് ബഹുമാനപ്പെട്ട പനക്കലച്ചനായിരുന്നു. അപ്പം അച്ഛൻ ഒറ്റക്കാലിലാണ് നിൽക്കുക എന്ന ഒരു പൊതുവെ കേട്ടിട്ടുണ്ട്. ഒറ്റക്കാലിൽ മണിക്കൂറോളം നിന്ന് വചനം പറയുന്ന ഒരു വ്യക്തിയാണെന്ന്. പലപ്പോഴും ധ്യാന മന്ദിരത്തെക്കുറിച്ചും അവിടെയുള്ള ആളുകളെയും അവിടുത്തെ ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെ ഇങ്ങനെ ക്രമപ്പെടുത്തുന്നു, ഇങ്ങനെ അന്വേഷണം നടത്തുകയായിരുന്നു ഞാൻ സത്യത്തിൽ. അങ്ങനെ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ സൈഡിൽ നോക്കുകയും ഒറ്റക്കാലാണ് ഉടുപ്പിൻ്റെ അടിയിലേക്ക് നോക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ സമയം 1-2 ദിവസം ചെലവഴിച്ചു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഭാര്യ ഇരിക്കുക എന്ന് പറഞ്ഞ് ഒത്തിരി വേദനയോടെ എന്നെ ബലമായിട്ട് കസാരയിലിരുത്തി. അന്ന് ആരാധന സമയത്ത് ഞാൻ ഓർക്കുന്നില്ല, ഏതൊരു വൈദികൻ ആരാധന ലീഡ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഒരു ട്യൂബ് ലൈറ്റ് പൊട്ടി എൻ്റെ നിറന്തലയിൽ വീണതുപോലെ ഒരു അനുഭവമാണ് എനിക്ക് ആദ്യം ഉണ്ടായത്. അതിനുശേഷം ഞാൻ ആകെ നോക്കി, എന്തോ ലൈറ്റ് പൊട്ടി എൻ്റെ തലയിൽ വീണോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം പിന്നെ എനിക്ക് ഒന്നും ശബ്ദിക്കാൻ പറ്റുന്നില്ല, ഒരു ശാന്തത വന്നു, ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായി. ഞാനത് എൻ്റെ ഭാര്യയോട് അന്ന് അവിടെ വെച്ചിട്ട് തന്നെ പങ്കുവയ്ക്കുണ്ടായി.
പിന്നീട് ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ മറ്റുള്ള ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ ഒരു സമാധാനവും ഒരു ശാന്തതയുള്ള പോലെ മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ അങ്ങനെ പറയുന്നൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ ആ ധ്യാനത്തിൽ കൂടി ഞാൻ പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയും എൻ്റെ ഭാര്യയും മക്കളും അമ്മയൊക്കെ ചേർന്ന് പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള ഒരു കന്യാസ്ത്രീ വന്ന് അടുത്ത മഠത്തിൽ വന്ന് പറഞ്ഞു, നീ ധ്യാനം കൂടി കൊടുത്ത എൻ്റെ സഹോദരൻ്റെ മകൻ ഒത്തിരി മദ്യപാനിയാണ്, ഒന്ന് സംസാരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അവരെ ഭവനത്തിൽ ചെന്ന് സംസാരിച്ചു. അതുവരെ പലവരും ചെന്ന് വരാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്ന് പറഞ്ഞ വശൻ ആ സഹോദരൻ ആഴ്ചയിൽ ധ്യാനത്തിന് വന്നു. ഇന്നും എൻ്റെ അറിവ് ഇത്ര വർഷമായിട്ടും അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്, മദ്യം ഉപേക്ഷിച്ച് നല്ല കുടുംബജീവിതം നയിക്കുന്നതാണ്. പിന്നെ തുടർന്ന് ഞാൻ അവിടെ ഒന്നിച്ചു കൂടാൻ തുടങ്ങി. ഒരു ബ്രദർ ബാബു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങനെ പ്രത്യേകമായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മദ്യപാനികളെ പ്രത്യേകമായിട്ട് ഓരോ ഭവനത്തിൽ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്ന 8ഓളം വർഷമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്. തൃശ്ശൂർ മീൻ മാർക്കറ്റിൽ പുലർച്ചെ 2 മണിക്ക് അദ്ദേഹം പൈപ്പിൽ നിന്ന് നേരിട്ടാണ് മദ്യകുപ്പിയിലേക്ക് വെള്ളമൊഴിക്കുക. അങ്ങനെ കഴിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനാ സമൂഹത്തിൽ കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ എങ്ങനെയും കൊണ്ടുപോകാം. 28ഓളം ധ്യാനം കൂടിയിട്ട് മനസാന്തരത്തെക്കുറിച്ച് തിരിച്ചറിയാത്തൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മീൻ മാർക്കറ്റിൽ ഒരു ദിവസം ചെന്നു. അദ്ദേഹം വളരെ മോശമായിട്ട് ആദ്യം സംസാരിച്ചെങ്കിലും പിന്നീട് ഞങ്ങളുടെ കൂടെ ധ്യാനത്തിന് വരികയും അദ്ദേഹം ഒരു ധ്യാനത്തിൽ അദ്ദേഹത്തെ സ്പർശിക്കുകയും അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അനുദിനം ഞങ്ങൾ വിളിക്കുകയും ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും ഇപ്പോൾ ഏകദേശം 8-9 വർഷമായിട്ട് അദ്ദേഹം മദ്യപാനമായിട്ട് ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുകയും തൃശ്ശൂർ അതിരൂപതയുടെ നവീകരണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ കൂട്ടായ്മകളിൽ അദ്ദേഹം ശുശ്രൂഷ തുടർന്നു പോകുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴങ്ങനെ പലരെയും ഇതുപോലെ മദ്യത്തിൽ നിന്നും പിന്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. വീട്ടിലുള്ളവർ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പരിചയപ്പെടുത്താമോ? എനിക്ക് അമ്മയുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്, സഹോദരിയുണ്ട്. അവർ കുടുംബമായി ജീവിക്കുന്നു. ഇപ്പം എന്നോടൊപ്പം അമ്മയും എൻ്റെ ഭാര്യയും 2 ആൺമക്കളുമാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. അവരും പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ സഭയോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ പിന്നെ ഇതുപോലെ മദ്യപാനികളെ ഇതുപോലെ കാണാൻ പോകുമ്പോഴേ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ, അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈശോയെ സ്വീകരിച്ച് ഈ അനുഭവത്തിൽ നമ്മൾ ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവർ പ്രതികരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് നാടൻ ഭാഷയിലാണ് അവർ സംസാരിക്കുക. പലപ്പോഴും മോശമായിട്ട് പോലും അവർ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? പലവരും ഷട്ടിൽ കയറി പിടിച്ചുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പലവരും മോശമായിട്ട് തെറിവാക്കുകൾ പറഞ്ഞ് ഒത്തിരി അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടുംബക്കാരെ പോലും ചീത്ത വിളിച്ച് അവർ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അവരുടെ ഭവനത്തിൽ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി ചെല്ലും. അങ്ങനെ ഒത്തിരി ആളുകളെ അടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ മദ്യപാനം ഒരു മാനസിക രോഗമാണല്ലോ യഥാർത്ഥത്തിലേ. അപ്പം അതുകൊണ്ടൊരു മാനസിക രോഗിയുടെ എല്ലാ കാര്യങ്ങളും അവർ കാണിക്കാൻ വേണമെങ്കിൽ അപ്പം മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം സ്വയം മോചനം നേടാൻ പറ്റില്ലല്ലോ അവന്. അതുകൊണ്ടാണ് വിമോചകനായ യേശുവിനെ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. രക്ഷകനായ യേശുവിനെ കൊടുക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ഇതാണ് കാരണം അല്ലേ? ഇതിൽ ഏറെ സന്തോഷം തോന്നുന്ന ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ഒരു 17 വർഷത്തോളമായി ഇപ്പോൾ ഈ വേലയിലും ദൈവം എന്നെ സ്പർശിച്ചിട്ടും ഈ 17 വർഷത്തിൽ ഏറ്റവും എൻ്റെ ആത്മീയ പിതാവിനുൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്, ഞാൻ 17ഓളം കുടുംബങ്ങൾ ഒന്നിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും മദ്യപാനിയായ ഭർത്താവ് മൂലം വേർപെട്ട് കഴിയുന്ന അനേക കുടുംബങ്ങൾ വേർപെട്ട് നിൽക്കായിരുന്നു. ഇപ്പോൾ പട്ടിക്കാട് എന്ന് ഉള്ള ഒരു ദിലീപ്, അല്ല പടവരാട് എന്ന് പറയുന്ന ഒരു നിഷ, ഇവർ 7ഓളം വർഷമായിട്ട് പിരിഞ്ഞു നിൽക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ നിഷയുടെ അമ്മയെ കണ്ടുമുട്ടി, നിഷയോട് സംസാരിച്ചു. കാര്യം മനസ്സിലായി മദ്യപാനമാണ് ഇതിൻ്റെ പ്രശ്നമെന്ന്. അങ്ങനെ പട്ടിക്കാട് പോയി പല ദിവസങ്ങൾ പോയിട്ട് കണ്ടില്ല. ദിലീപിനെ കണ്ടുമുട്ടി. പലപ്പോഴും പറഞ്ഞപ്പോൾ ആദ്യം അനുസരിച്ചില്ലെങ്കിലും പിന്നീട് പ്രാർത്ഥനാപൂർവ്വം വീണ്ടും ചെന്നപ്പോൾ അവർ വന്നു. അവരൊന്നിച്ച് ഒരു പുത്തൻവെലിക്കരയിൽ അസീസിയിലുള്ള ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കുട്ടിക്കാൻ ഇടവന്നു. അവിടെ വെച്ചിട്ട് ധ്യാനത്തിൻ്റെ സമാപന ദിവസം 2 വീട്ടിൽ നിന്നാണ് അവർ വന്നത്. ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് പോകുന്ന അനുഭവം എന്നെ ഒത്തിരി ഹൃദയത്തിൽ സ്പർശിക്കുകയും ദൈവത്തിൻ്റെ ശക്തമായ അടയാളങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ധ്യാനം കൂടി വന്ന ഉടനെ സിസ്റ്റർ എന്ന് പറഞ്ഞല്ലോ, അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ തന്നെ വ്യക്തിപരമായ രൂപീകരണത്തിന് ഫോർമേഷന് വേണ്ടി സഹായകമായ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ അതിനകത്ത്? തീർച്ചയായിട്ടും. അതായത് ഒത്തിരി പ്രാർത്ഥന കൂട്ടായ്മകൾ, ഇപ്പം ദൈവശബ്ദം പ്രാർത്ഥന കൂട്ടായ്മ, അത് അന്ന് തൃശ്ശൂർ രൂപതയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ ആ കൂട്ടായ്മയിൽ പലപ്പോഴും അവരുടെ ഷെൽ പ്രവർത്തനങ്ങളിൽ പോകാനും അതിലുള്ള പല സഹോദരങ്ങളും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നിലനിർത്തിയിട്ടുണ്ട്.
തുടർന്ന് തൃശ്ശൂർ തന്നെ രൂപതയോട് ബന്ധപ്പെട്ട് ഇന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അസിസി. അപ്പം അതിന് പ്രാരംഭം കുറിക്കുവാൻ തക്കവിധം ദൈവശബ്ദ കൂട്ടായ്മയിലെ പലവരും സഹായിച്ചിട്ട് ഞാനുൾപ്പെടെയുള്ള വ്യക്തികൾ അതിന് പ്രാരംഭം കുറിക്കുകയും ഇപ്പം ഞങ്ങൾക്ക് അസിസി എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിൽ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ വൈകിട്ട് 2 മണിക്കൂർ ഇങ്ങനെ ധ്യാനം കൂടിയവർ മദ്യപാനികളായിട്ടുള്ള ആളുകൾ പുരുഷന്മാരെ ഒന്നിച്ചു കൂട്ടുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും വചനം ധ്യാനിക്കുകയും ജമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭാര്യമാർക്ക് പല മദ്യപാനികളും പറയാറുള്ളൊരു കാര്യം ഇതാണ്, മദ്യപാനം നിർത്തി കുറച്ചാൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും മദ്യപാനത്തിലേക്ക് പ്രവേശിക്കാൻ അവരുടെ കുടുംബത്തിലെ ഭാര്യമാരുടെ വാക്കുകളാണെന്ന് പലരും പറയണ്ട. എത്രമാത്രം ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും കുടിച്ചും കലകിച്ചും നടക്കുന്ന സമയത്ത് ഭാര്യമാർക്ക് ഒരു പരാതി ഉണ്ടാകില്ല. ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ നേട്ടമായി പള്ളിയും അതുപോലെ കുദാശകളൊക്കെ സ്വീകരിച്ച് പോകുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുറവുകൾ വരുമ്പോൾ അവരത് മുൻനിർത്തി പറയുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അവർ പറയുന്നത്. എന്താകട്ടെ, അതുകൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഈ അസിസിയിൽ തന്നെ ബുധനാഴ്ച ദിവസം സ്ത്രീകൾക്ക് ഒരു കൂട്ടായ്മ, അതിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ചും ഈശോ എന്താണ് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ മദ്യപാനികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഞങ്ങളൊരു ഷെൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ ഒന്നിച്ചിരുന്നു. ഇവരുടെ തന്നെ സെല്ലുകളുണ്ട്. ബുധനാഴ്ച ദിവസമുണ്ട്, ശനിയാഴ്ച ദിവസമായിട്ട് ഷെല്ലുകൾ കൂടുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ മദ്യപാനികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള. അതെ, അതോടൊപ്പം തന്നെ ഈ ഇവരെ നയിക്കുന്ന നേതാക്കന്മാരായ നിങ്ങൾക്ക് ഫോർമേഷൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടെന്ന്? ഞങ്ങള് ആദ്യകാലങ്ങളിൽ നവീകരണത്തെക്കുറിച്ച് നമ്മളൊരു ധ്യാനം കൂടി നന്നായി മതി എന്നാണ് ആദ്യം നമ്മൾ ചിന്തിച്ചിരുന്നത്. പിന്നീട് പലപ്പോഴും പ്രാർത്ഥനാ ഗ്രൂപ്പ് വഴി ഒക്കെ ബന്ധപ്പെടണം എന്നുള്ള ബോധ്യം കിട്ടി. വർഷങ്ങൾക്ക് മുമ്പാട് അന്നൊക്കെ ഞങ്ങൾ ഈ ഇടവക പ്രാർത്ഥനാ സമൂഹത്തിൽ ചെല്ലുകയും അവിടെയാണ് നിലനിൽപ്പ് എന്നുള്ള ഒരു ബോധ്യം തിരിച്ചറിവൊക്കെ കിട്ടിയ കാലഘട്ടത്തിൽ അവിടെ പോകുകയും അതുപോലെ അതിന് പിന്നീട് വർഷങ്ങളായി അതിൽ ചേർന്നപ്പോൾ അതിൻ്റെ ലീഡർഷിപ്പിലൊക്കെ നേതൃത്വം വരാൻ ഇപ്പോൾ സബ് സോൺ തലങ്ങളിൽ നവീകരണത്തിൻ്റെ മുന്നേറ്റം സബ് സോൺ തലം 2 ടേൺ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ ഇട വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തൃശ്ശൂർ അതിരൂപതയുടെ പാരിഷ് മിനിസ്ട്രിയുടെ പ്രാർത്ഥന കൂട്ടായ്മകളെ പ്രത്യേകമായിട്ട് സജ്ജീകരിക്കുന്ന മിനിസ്ട്രിയാണ് പാരിഷ് മിനിസ്ട്രി. അതിൻ്റെ കോർഡിനേറ്ററായിട്ട് സേവനം ചെയ്യാൻ വന്നു. ഇപ്പോൾ അതിൻ്റെ മെമ്പേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ടീം അംഗത്തിൽ ഒരാളാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ആ പ്രാർത്ഥന കൂട്ടായ്മകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നവീകരണത്തിൽ നിൽക്കാനും അതുപോലെ നിലനിൽപ്പ് എന്നുള്ള ബോധ്യം നമുക്ക്. ഇപ്പോൾ വീട്ടിൽ ചെന്നൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായാൽ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം അഴിഞ്ഞു പോകുന്നൊരു അനുഭവം ഉണ്ടാവാറുണ്ട്. നവീകരണ ധ്യാനം തന്റെ ജീവിതത്തിൽ നൽകിയ പുതിയ ഉണർവും ജീവനും മറ്റുള്ളവർക്ക് നൽകാനായി ഈ ക്രിസ്തു ശിഷ്യൻ വളരെ തിടുക്കത്തോടെ യാത്രയാകുന്നു. ഹൃദയത്തിലെരിയുന്ന വചനാഗ്നി ഇവരുടെ ഈ കൂട്ടായ്മയെ തന്നെ ഉണർത്തുന്നു. അസിസി പ്രയർ ഗ്രൂപ്പ് എന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോടൊപ്പം കർത്താവിന്റെ വയലേലകളിൽ ഇവർ അനേകം ആത്മാക്കളെ കൊയ്തെടുക്കുന്നു. 29ഓളം പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് അസിസി പ്രാർത്ഥനാ സമൂഹം. ആ പ്രാർത്ഥനാ സമൂഹത്തിനെ ഈ കാലഘട്ടത്തിൽ നയിക്കാൻ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ് റാഫി സഹോദരൻ. റാഫി സഹോദരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ്. എല്ലാവരെയും ഒന്നുപോലെ കണ്ട് 29 പേരെയും ഒന്നുപോലെ കണ്ട് അവരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് സ്വന്തം പ്രതിസന്ധി പോലെ ഏറ്റെടുത്ത് അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഓടി നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ് ഞങ്ങളുടെ റാഫി സഹോദരൻ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ശുശ്രൂഷകൾ തകർന്ന ഒരുപാട് കുടുംബങ്ങളെ കർത്താവിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും അധികം ഒരു നിമിഷം പോലും ചിലപ്പോൾ വീട്ടുകാർക്ക് പോലും കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ കർത്താവിന് വേണ്ടി 24 മണിക്കൂറും ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ. ഞങ്ങൾ പരസ്പരം സ്നേഹവും പരസ്പര കൂട്ടായ്മയും പരസ്പര പങ്കുവെക്കലും, പ്രത്യേകിച്ച് ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഞങ്ങൾ കുടുംബങ്ങളൊക്കെ ഒന്ന് ചേർന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പഴയ അപ്പസ്തോല പ്രവർത്തനങ്ങളെല്ലാം പറയുന്ന പോലെ ഒരുമിച്ച് കൂടി പഴയ കാലങ്ങളിലുള്ള പോലെ ഒന്നിച്ച് സ്നേഹത്തിൽ ഒന്ന് ചേർന്ന് നീങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പം ഞങ്ങൾ 29 പേരുള്ള 29 പേരും ശരിക്കും പറയുന്നത് 29 പേരും നിലനിന്ന് പോകുന്നത് ആ സ്നേഹ കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ശൈലി എങ്ങനെയാണെന്ന് പറയാമോ? അത് വ്യക്തിപരമായിട്ട് ഞാൻ അധികം രാത്രിയിലാണ് കുറച്ചു നേരം പ്രാർത്ഥിക്കുക.
പിന്നെ ഇപ്പോൾ ഫുൾ ടൈം ആയി ഇങ്ങനെ 2-3 അച്ഛന്മാരുടെ കൂടെ സേവനം ചെയ്യുന്നതുകൊണ്ടും ബഹുമാനപ്പെട്ട സന്തോഷ് കരിമേത്ര ബ്രദറുടെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് സേവനം ചെയ്യുന്നതുകൊണ്ടും ഇപ്പോൾ വ്യക്തിപരമായിട്ട് 1 മണിക്കൂറെങ്കിലും ഇപ്പോൾ ഇരിക്കാൻ കഴിയുന്നുണ്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട എഫ്രസമ്മയുടെ കുഴിമാടത്തിനോട് ചേർന്ന് അതെൻ്റെ ഇടവകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മണിക്കൂറുകളോളം ഇരുന്ന് 1 മണിക്കൂറെങ്കിലും ഏവറേജ് പ്രാർത്ഥിക്കാറുണ്ട്. അതിൽ നിന്നാണ് ശക്തി സംഭരിക്കുന്നത്. വചനം പഠിക്കുന്ന കാര്യത്തിലും വായിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഉവ്വ, തീർച്ചയായിട്ടും. ആദ്യകാലങ്ങളെല്ലാം അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും സബ് സോൺ തലങ്ങളിലും രൂപതലങ്ങളിലൊക്കെ വന്നപ്പോൾ അത് നിർബന്ധമായിട്ട് ആവശ്യമാണ്, നമ്മുടെ വളർച്ചയ്ക്ക് ഉപകാരമാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ അതിൽ ആശ്രയത്വം വയ്ക്കാറുണ്ട്. അസിസി പ്രാർത്ഥന കൂട്ടായ്മയെ നയിക്കുന്ന റാഫി ഒത്തിരിയധികം വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. മുൻപൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും ഗുണ്ടായുസത്തിനുമൊക്കെ കൂട്ടി നിൽക്കുന്ന ഒരു മകനായി ശരിക്കും എല്ലാവർക്കും ഒരു അറപ്പോടുകൂടി വീക്ഷിക്കുന്ന ഒരു മകനായിരുന്നു. പക്ഷെ ഇന്ന് ഈശോയെ അറിഞ്ഞ റാഫി ആ ക്രിസ്തുവിൽ നിന്ന് എത്രമാത്രം അകന്നുവോ ആ ക്രിസ്തുവിലേക്ക് അടുക്കുവാനായിട്ട് തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മകൻ. ഒത്തിരിയധികം കുടുംബങ്ങളിലേക്ക് കയറി ചെന്ന് ഒത്തിരി കുടുംബങ്ങളെ കോർത്തെടുക്കുന്ന, കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു മകനായിട്ട് മാറിയ റാഫിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇന്ന് എത്രയോ കുടുംബങ്ങളിലാണ് മദ്യത്തിനും തകർന്നു പോയ ആ കുടുംബ ബന്ധത്തിനുമൊക്കെ അതിൽ നിന്നൊക്കെ വിമുക്തി പ്രാപിക്കുവാനായിട്ട് ആ മകൻ അക്ഷീണം യത്നിക്കുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വാക്കിൽ സംസാരത്തിലുമല്ല പ്രവൃത്തിയിൽ സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത്. ഇന്ന് താൻ അറിഞ്ഞ ആ വചനത്തെ, ആ ക്രിസ്തുവിനെ ലോകമെമ്പാടും പ്രഘോഷിക്കുവാനായിട്ട് ഒത്തിരി തീക്ഷ്ണതയോടുകൂടെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു മകനാണ് ഇന്ന് റാഫി. അപ്പം മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേറെ? ഇപ്പം നമ്മളെങ്ങനെ അനുദിന കാര്യങ്ങൾ, വീട്ടിലെ കുടുംബ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിക്കുന്നു? ഞാൻ ശരിക്കും വളരെ മോശമായിട്ട് ജീവിച്ച കാലഘട്ടത്തിൽ ഞാനൊരു സ്വർണം കവറിങ്, അതായത് 1 ഗ്രാമിൻ്റെ ജോലിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടിരുന്നപ്പോഴാണ് പിന്നീട് ധ്യാന മന്ദിരത്തിൽ ദൈവം സ്പർശിക്കുകയും ആ സമയത്ത് ഒരു അച്ഛൻ പറഞ്ഞു, ഇത് ആളെ പറ്റിക്കുന്ന പണിയാണ്, കാരണം ഒരു ചെമ്പുമേ ഒരു വെറുതെ സ്വർണം കോട്ട് ചെയ്തിട്ട് വിൽക്കുന്നത്. അപ്പം അത് നീ ചെയ്യേണ്ട, ഒരു കാര്യം ചെയ്യുമ്പോൾ നീ ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ഒരു മീൻ പെട്ടി വെച്ച് കെട്ടി ഒരു 10 കിലോ മീൻ വിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് ദൈവവാക്കായിട്ട് സ്വീകരിച്ചു. ഞാൻ അത് വീട്ടിൽ പറഞ്ഞു, ആ പണി വേണ്ടാന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ ചെന്ന് ഇങ്ങനെ ഈ മീൻ പെട്ടി വെച്ച് കെട്ടി 10 കിലോ മീൻ എടുത്തു. എനിക്കിത് വിളിക്കാറിയില്ല, വിൽക്കാനറിയില്ല, ഒന്നുമില്ല. അങ്ങനെ ആദ്യ ദിവസമൊക്കെ ഒത്തിരി നഷ്ടമുണ്ടായി. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഫ്രാൻസിസ് മീൻ നുറുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാനും അതുപോലെ മാർക്കറ്റിൽ നിന്നിപ്പോൾ ഒത്തിരി ആളുകൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. ഇപ്പോൾ 29 പേരിൽ ഏകദേശം ഒരു 18 പേരോളം മീനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഞങ്ങളുടെ അസിസ്റ്റ് പ്രയർ ടീമിൽ. അപ്പോൾ അവരെ ഒത്തിരി കടബാധ്യതയുള്ളവർ ഒക്കെയുണ്ട്. ഇപ്പോൾ ഏകദേശം ഏറ്റവും കുറവ് ഒരു 4 ലക്ഷം മുതൽ 1 കോടി രൂപ കടബാധ്യതയുള്ള മെമ്പേഴ്സ് ഞങ്ങൾ പ്രാർത്ഥന സമൂഹത്തിലുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാക്കുക, ആദ്യകാലങ്ങളിൽ ഞാൻ മാർക്കറ്റിലേക്ക് ദൈവം എന്നെ വരുത്തിച്ചതാണെന്നുള്ള ബോധ്യമാണ് അവരെ കൂട്ടുപിടിക്കാനും അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഇടവന്ന സമയങ്ങൾ. പിന്നീട് ഞാനിങ്ങനെ ഈ മീൻ വിൽപ്പന തുടങ്ങിയ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്ററെ കണ്ട് വീണ്ടും പരിചയപ്പെട്ടു. ആ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ കുടുംബത്തിലേക്കൊന്ന് വരണം, ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ ഒരു മദ്യപാനിയാണ്, ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊരു കൃപയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ചെന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ ധ്യാനത്തിന് കൂടെ വരികയും അവർ പലവരും നിലനിൽപ്പും ചെയ്യുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ എനിക്കൊരു 7000 രൂപ തന്ന് ഒരു M80 അതിൽ കച്ചവടം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മീൻ മാർക്കറ്റിൽ കച്ചവടമായിരുന്നു എനിക്ക് വണ്ടിയുമേ, അങ്ങനെയായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ അത് ചെയ്യുന്നില്ല. പൂർണ്ണമായിട്ട് 2 അച്ഛന്മാരുടെയും പിന്നെ ബഹുമാനപ്പെട്ട ഈ സന്തോഷത്തിൻ്റെ കൂടെ ഫുൾ ടൈമറായി ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയുടെ സ്നേഹവും കരുത്തും ഈ ക്രിസ്തു ശിഷ്യന് ബലമേകുന്നു. തന്റെ ഹൃദയത്തിലെ ഈ വചനജ്വാല ഒട്ടും ഒളിമങ്ങാതിരിക്കാൻ പരിശുദ്ധ അമ്മയുടെ ചാരെ ജപമാല മണികളുമായി ഇവർ പ്രാർത്ഥിക്കുന്നു. യേശു ഏകരക്ഷകനെന്ന സുവിശേഷ കാഹളം അനേകരിലേക്ക് പകരുവാനായി ഒരു യോദ്ധാവിനെ പോലെ ഇദ്ദേഹം നിലകൊള്ളുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്നുണ്ട്. വചനം പ്രഘോഷിക്കുകയാണ്, കൗൺസിലിംഗ് എന്തൊക്കെ ചെയ്യാറുണ്ടാകൂട്ടോ? ഞാൻ വചനം പ്രഘോഷിക്കലാണ് കൂടുതൽ, പിന്നെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ കൂടിയാണ് ഇങ്ങനെ ഈ ഭാര്യ ഭർത്താക്കന്മാർ കൂടുതലായിട്ട് ഒന്നിപ്പിക്കാനും അതുപോലെ ഈ മദ്യപാനികൾ പലവരും ആത്മഹത്യ ചെയ്യാനായിട്ട് ചിന്തിച്ച സമയം കടബാധ്യതയിൽ.
അപ്പോൾ പലവരും പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ ഷെയറിംഗ് മൂലം അത് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഇത്രമാത്രം കടബാധ്യതയുള്ളവർ പ്രത്യാശയോടെ നിലനിർത്താൻ റാഫേൽ എന്താ ചെയ്യാറുള്ളത്? ഒന്ന്, അവർ ഇതുവരെയ്ക്ക് പ്രവർത്തിച്ച ആ കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കുക എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. ഒരുപക്ഷെ മനുഷ്യന്റെ പ്രവൃത്തി മൂലമാണ് അവരത് ഒരു തകർച്ചയിലേക്ക് വന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെ ഓർത്ത് വിലപിക്കാതെ അത് ദൈവത്തിൽ സമർപ്പിച്ച് നാളെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതിനു മേൽ ദൈവം കൈവയ്ക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കോടതി കേസുകൾ പോലും ഒരു അക്ഷര വ്യത്യാസം, ചെക്കിൽ എഴുതിയിട്ടുള്ള ഒരു സ്പെല്ലിംഗ് വ്യത്യാസം പോലും ഒരു 15 ലക്ഷം രൂപ കോടതി മജിസ്ട്രേറ്റ് തള്ളിക്കളഞ്ഞ സംഭവം നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ഫൈനാൻസിന് കുറി വിളിച്ച് ഫൈനാൻസിൽ കൊടുക്കാനുള്ളതാകെ വെറും 10,000 രൂപ അങ്ങോട്ടാണ്. അവർ ചെക്കിൽ എഴുതിയിരിക്കുന്നത് ലക്ഷമാണ്. അതിന് കേസ് 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ്റെ. അങ്ങനെ അവിടെ ചെന്ന് പലപ്പോഴും 4 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്നും പ്രാർത്ഥിക്കും, പഴയ ജീവിതശൈലിയൊക്കെ മാറ്റി ധ്യാനത്തിൽ വരും, പ്രാർത്ഥന കൂട്ടായ്മയിൽ വരും, ഭാര്യയും പൊട്ടിക്കരയും. അങ്ങനെ കോടതിയിൽ വിളിക്കുകയാണ് ഇയാൾ, ടോണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കോടതിയിൽ വിളിച്ച് ചോദിച്ചു തന്നെ വിധി പ്രസ്താവിക്കുകയാണ്, ഇദ്ദേഹം ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള, 6 മാസം കഴിഞ്ഞെങ്കിലും കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ സമയത്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ മക്കളൊക്കെ കോടതി വരാൻ കരയാം. ഒരു അനുഭവമാണത്. അപ്പോൾ പെട്ടെന്ന് മജിസ്ട്രേറ്റ് ഈ 2 വക്കീൽമാർ പ്രസംഗം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, വിധിക്ക് മുൻപായിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ കാല കേസിനെ കുറിച്ച് അങ്ങോട്ടിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മജിസ്ട്രേറ്റ് തന്റെ പേരെന്താണോ, ടോണി എന്ന്. അപ്പോൾ ടോണി എന്നുള്ള എൻ്റെ അവസാനത്ത് വൈ ചെക്കിൽ എഴുതിയിട്ടില്ല. മജിസ്ട്രേറ്റ് 4 വർഷമായിട്ട് അപ്പോഴാണ് നോക്കുന്നത്. അദ്ദേഹം ഫയലിൽ വീണ്ടും ചോദിച്ചു ടോണി എന്നാണ്. ഈ വാദിയുടെ വക്കീലിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ വാദിയുടെ പേര്, അപ്പോൾ ടോണി. മറ്റേ വക്കീലിനോട് ചോദിച്ചു, അപ്പോൾ ടോണി. അവസാനം ടോൺ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇംഗ്ലീഷിൽ വൈ അവസാനമില്ല. മജിസ്ട്രേറ്റ് ഈ ഫയൽ എറിഞ്ഞു. മജിസ്ട്രേറ്റ് ഫയൽ എറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേസ് എടുക്കില്ല എന്നാണ് അങ്ങനെ പിന്നീട് മനസ്സിലായത്. എന്നിട്ട് പറഞ്ഞു മജിസ്ട്രേറ്റ്, ഈ ഇത്തരത്തിലുള്ള കുറി നടത്താനായിട്ട് ഫൈനാൻസുകാർക്ക് അധികാരമുണ്ടോ എന്നുള്ള രേഖ ആദ്യം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ ടോണി എന്ന് പറഞ്ഞ മനുഷ്യനെ സ്വതന്ത്രമാക്കിയൊരു ചരിത്രമുണ്ട്. അപ്പൊ അതുപോലെ പലരെയും ഇതുപോലെ കർത്താവ് ഇടപെടുന്നല്ലേ. ഈ കാര്യമൊക്കെ പലവരോടും സാമ്പത്തിക ഞെരുക്കമായിട്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഈശോ ഇടപെടുമെന്നുള്ള ഉറപ്പ് നമ്മൾ കൊടുക്കുക. വാസ്തവത്തില് ചേറിലെ താമരയ്ക്ക് ചന്തമേകുന്ന കർത്താവ് നമ്മൾ സമൂഹത്തിന്റെ ചേറിൽ കിടന്ന ആളാണ് വാസ്തവത്തിൽ, മദ്യപാനത്തിന്റെയും മറ്റെല്ലാ ജീവിതശൈലി കൊണ്ടും. പക്ഷെ അതിനകത്തു നിന്ന് ഒരു താമരയെ വിധിക്കാൻ കർത്താവ് ഇടയാക്കിയതാണ് റാഫേൽ. ഇദ്ദേഹത്തിലൂടെ വന്ന ആ സൗന്ദര്യം ഇന്ന് അനേകർ ആസ്വദിക്കുകയും അനേകർ ഇദ്ദേഹത്തിൽ കാണുന്ന ദൈവത്തിന്റെ പ്രഭ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നത് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. നന്ദി. കുടുംബസമാധാനം നശിച്ചുപോയ കുടുംബങ്ങളിലേക്കും മദ്യപാനത്താൽ നശിച്ചുപോയ കുടുംബങ്ങളിലേക്കും കടബാധിതയാൽ ഒറ്റപ്പെട്ട ജീവിതങ്ങളിലേക്കും വചനത്തിന്റെ വിടുതലുമായി ഇദ്ദേഹം കടന്നു ചെല്ലുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ വിളിച്ച് സുവിശേഷത്തിന്റെ സൗഖ്യവും വിടുതലും ഇവർക്ക് പകർന്നു നൽകുന്നു. ആത്മാക്കളെ നമ്മുടെ നാഥനു വേണ്ടി വാരിക്കൂട്ടുന്ന യുഗാന്തി ശുശ്രൂഷകൾക്ക് അതിൻ്റെതായ എല്ലാ തീഷ്ണതയും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇവർ സഞ്ചരിക്കുന്നു. മുൻപിൽ കാണുന്ന ഈ സുദീർഘമായ പാതകളിൽ 1000 വചനദീപങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടായ്മയും മുന്നേറുന്നു. സുവിശേഷം സ്നേഹമായി പ്രഘോഷിക്കുന്ന സാക്ഷ്യജീവിതങ്ങൾക്ക് കരുത്തായി സ്വർഗത്തിലെ 1000 മാലാഖമാർ ഇവരുടെ പാതകളിൽ കാവലിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.